ഇന്ന് എന്താണെന്നറിയോ? നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കാൻ പോകുന്ന അതേ ക്ലേ വെച്ച് ചെയ്ത ഒരു ഐറ്റം ആണ്. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്റെ ഗിവ് അവേ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വാ, ഇത് എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞുതരാം. നിങ്ങളടുത്ത് ഇങ്ങനത്തെ കാർഡ്ബോർഡിന്റെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള സാധനം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കുപ്പി മുറിച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി മുറിച്ചിട്ട് എടുത്താലും മതി. ഞാനിവിടെ എടുത്തിട്ട് നമ്മൾ ലൈസിൽ ഡ്രസ്സിലൊക്കെ വെക്കുന്ന അത് റോൾ ചെയ്യുന്ന സാധനമാണ്. ആദ്യം കുറച്ച് ക്ലേ എടുത്തിട്ട് അതിന് വാതിലും ജനലൊക്കെ നമുക്ക് ഫിറ്റാക്കി കൊടുക്കും. ഇത് എന്റെ ഐഡിയയിൽ തോന്നിയ ഒരു വാതിലും ജനലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്ത് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ റൗണ്ടിനെ ഒരു സൈഡിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ കാണിച്ച പോലെ ഇതിനൊന്ന് മടക്കിയിട്ടും കൂടി അടിച്ച് ഒരു സ്റ്റാപ്ലറും കൂടി അടിച്ചാൽ ഇതിന്റെ മേൽക്കൂര റെഡിയായി. അതിനെയും കൂടി ഒന്ന് ക്ലേ വെച്ച് ഒന്ന് കവറാക്കി എടുക്കാം. നമ്മളെ ഗിവ് അവേ ആയിരിക്കും അറിയാത്തുണ്ടെങ്കിൽ അടുത്ത മാസമാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. 2 പേർക്കാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. പിന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോന് ഒരു കമൻറ്റും കൂടി ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിൽ ഇടാം. അതിൽ ടോപ്പ് കമൻറ്റേഴ്സിനായിരിക്കും നമ്മൾ സെലക്ട് ആക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നില്ലേ? ഗിവ് അവേന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ റൂഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനൊരു ചുമണിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്തിനെ പെയിന്റ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തോ പ്ലെയിൻ കണക്കന്നെ ആയതുകൊണ്ട് ഒന്നും കൂടി അതിനെ അലങ്കോലാക്കിയാലോ എന്ന് വെച്ച് ചെയ്തതാ. കുറച്ച് പീസ് ചതുരം കണക്ക് മുറിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചൊടിക്കുക ചെയ്തത്. നമ്മളെ മെയിൻ വില്ല മടിയായതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം മാത്രമേ ചെയ്തിട്ടു. ബാക്കിൽ ഒന്നും ഞാൻ ചെയ്യാൻ നിന്നിട്ട. ഇത് പെയിന്റ് എല്ലാം അടിച്ചിട്ട് അടങ്ങി വെച്ചാൽ ബാക്ക് ഭാഗം തിരിച്ചു നോക്കൂലല്ലോ, ഫ്രണ്ട് മാത്രമേ നോക്കൂ. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം.